നരസിമുക്ക് അട്ടപ്പാടി നരസിമുക്ക് അയ്യോ അടിപൊളി സ്ഥലട്ടാ. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ അട്ടപ്പാടിയിലാണുള്ളത്. അട്ടപ്പാടി എത്തിയിട്ടില്ല. ആനമൂളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇതാ അങ്ങനെ ചുരം കയറി തുടങ്ങിട്ടോ. ഒരു കല്യാണം കഴിഞ്ഞ് അങ്ങനെ നേരെ പോകുന്നതാണ്. ഗൈസ്, ഇങ്ങോട്ട് വരുന്ന റോഡ് ഭയങ്കര മോശാട്ടോ. ഞാൻ കുറേ കാലം മുന്നൊന്ന് വന്നതാണ്. അന്നും റോഡിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോഴും റോഡ് ഒരു മാറ്റമില്ലാതെ തുടരാണ് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ നല്ല ഓഫ് റോഡ് വണ്ടിയിട്ട് വരികയാണ് നല്ലത്. ഞങ്ങളുടെ അടുത്ത് അൾട്ടോ കാറാണുള്ളത്, സാധാരണക്കാരുടെ വണ്ടി അൾട്ടോ. നമുക്കിപ്പോൾ അതായിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഗൈസ്, ഞങ്ങളെ മുന്നിലൊരു ജീപ്പ് പോകുന്നുണ്ട്. അതിന് സഫാരി ആണോന്ന് അറിയില്ല കേട്ടോ. അതിൽ ലേഡീസൊക്കെ ഉണ്ട്. അത് കണ്ടില്ല, നല്ല പോക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനത്തെ ഒക്കെ വണ്ടികൾ വേണം ഇവിടെ ഈ റൂട്ടിൽ. ഇതാണ്ടില്ല, ഈ ഒരു വണ്ടി ഇത് ഓഫ് റോഡ് വണ്ടിയായിരുന്നു കേട്ടോ. സംഭവം അവരോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇത് ഫുള്ള് ചുരങ്ങളാണ്. ഇതിങ്ങനെ സൂക്ഷിച്ച് കയറി പോകണം കേട്ടോ. വണ്ടി അവിടെ നിന്ന് നല്ല അടിച്ച് മിന്നി വരുന്നുണ്ട്. നമ്മൾ ഓടിക്കണ ആൾ നല്ലോണം ശ്രദ്ധിക്കുക. മറ്റുള്ളവർ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായി കഴിയുള്ളൂ. എൻ്റെ മോനെ, ആനവണ്ടിയാണ് വന്നത്. ഇപ്പൊ പെട്ടേനപ്പോ. ഗായ്സ്, ഞങ്ങളെ മുന്നിലൊരു ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഒരു ജീപ്പ് പോകുന്നുണ്ട് കേട്ടോ. അതായത് ടൂറിസം വന്യജീവി വകുപ്പിന്റെ ഒരു ജീപ്പാട്ടോ. ഞങ്ങളെ മുന്നിൽ 2 കപ്പിൾസ് പോകുന്നുണ്ട്. KL10BA. ഗൈസ്, ഞങ്ങളെ വരവ് പെട്ടെന്നായിരുന്നു കേട്ടോ. ഞങ്ങള് ഒരു വിചാരിക്കാത്തൊരു പ്ലാനൊന്നും ഇല്ലാത്തൊരു വരവാണ്. അതാണ് സക്സസ്ഫുൾ. എന്താണ് പാറകള്, എൻ്റെ അമ്മ. അവിടെ കോയാക്ക ഫണ്ട് ഉണ്ട്, അവിടെയും കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സംഭവം ഇപ്പോൾ പച്ചപ്പൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് 2 സൈഡും ഉണങ്ങി കിടക്കട്ടോ. അത്രയും ചൂടായില്ലേ. അപ്പോൾ ആ ഒരു ഭംഗിയൊന്നും ഇപ്പോൾ ഈ സമയത്ത് ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ഈ ചുരം കയറുമ്പോൾ ചെവി അടയട്ടോ ചിലവർക്ക്. അത് ഈ സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് ഇത് കിടക്കുന്നത്. അതെല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ്. ഗേസ്, അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിറയെ കുരങ്ങന്മാരാണ്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം കുരങ്ങന്മാർ ആകെ വളയാണ്. നമ്മളെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. എന്തെങ്കിലും കിട്ടുവെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കട്ടെ ഇവന്മാർ. ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല. ആളുകൾ വളരെ കമ്മിയാണ് കേട്ടോ. ഇതാ ഒരുത്തതാ വരുന്നത് ഈ സൈഡിലൂടെ. അങ്ങനെ നമ്മളെ കാറുമ്മക്ക് ഒരുത്തൻ കയറി. എടാ മര്യാദക്ക് ഇറങ്ങി പോയിക്കോ നീ. ആ വണ്ടി മതമൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇറങ്ങടാ, ഇറങ്ങ്. കയ്യിലൊന്നുമില്ല, ഇറങ്ങുന്നില്ലവൻ. ഡേയ് ബാട്, എന്നടാ കുഞ്ചിരാമ, ഇറങ്ങ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി. ഇവിടെ നിന്ന് വണ്ടി നിർത്തി. ഇവിടെ എക്കോ ഷോപ്പ് അങ്ങനത്തെ പല ഐറ്റംസുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും കയറിയിട്ടില്ല. അങ്ങനെ അത് അവസാനം ഞങ്ങളിത് നരസിമുക്ക് എത്തിട്ടോ. നരസിമുക്ക് കണ്ട ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ സംഭവം അടിപൊളി സ്ഥലമാണ്. ഒരു മൊട്ട കുന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട് തിരിച്ചു പോന്നു. ഇവിടുത്തെ ഒരു ഭംഗി നോക്കിക്കേ നിങ്ങൾ. അടിപൊളി അന്തരീക്ഷമാണ്. പിന്നെ ഇവിടെ ഒരു 5 മണിക്കൊക്കെ എത്താൻ നല്ലത്. നല്ല വെയിലുണ്ടാവും കേട്ടോ. കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ആകാശമൊക്കെ ഉണ്ടല്ല, ആ മലയുടെ മുകളിൽ മുട്ടിയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഇവിടേക്ക് ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഓൾറെഡി ഒരു ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു മുട്ടക്കുന്ന് കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഊട്ടിയിൽ പക്ക മുട്ടക്കുന്നാണ്. ഇതിൻ്റെ മുകളിൽ കുറേ മരങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇത് ടോട്ടൽ സിറ്റി ഇവിടുന്ന് കാണാം കേട്ടോ. ആ വണ്ടികളൊക്കെ വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അതിൻ്റെ ഇടയിലൂടെ റോഡ് ഇങ്ങനെ വരുമ്പോൾ അത് രസമാട്ടോ. സംഭവം ഇവിടേക്ക് ഞാൻ കൂട്ടുകാരായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ്. കുറച്ച് നടന്ന് ഊപ്പാടുള്ള കൂട്ടോ. കാരണം കുറച്ചൊന്നും നടക്കാണ്ട് ഇതിൻ്റെ എൻഡ് വരെ. ഇവിടെ ഇന്ദ്രൻസിൻ്റെ ഒരു സിനിമ ഷൂട്ടിങ്ങൊക്കെ അന്ന് വന്നപ്പോൾ നടന്നിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.